ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വി.ഡി. സതീശന്റെ നിലപാട് തള്ളി കെ. സുധാകരൻ. ബ്ലോഗർ കേരളത്തിൽ എത്താനിടയാക്കിയ സാഹചര്യം ടൂറിസം മന്ത്രി വിശദീകരിക്കണമെന്ന് പ്രസ്താവന. ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെടുത്തി മുഹമ്മദ് റിയാസിനെ കുറ്റപ്പെടുത്താനില്ല എന്നായിരുന്നു സതീശന്റെ പ്രതികരണം. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, ശരി, നമുക്ക് ആദ്യം പ്രതികരണം കേൾക്കാം. അതിന് ടൂറിസം വകുപ്പിനെയോ ടൂറിസം മന്ത്രിയെയോ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം ഇവർ വല്ല ചാരപ്രവർത്തകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ വ്ളോഗറെ കേരളത്തിലേക്ക് വിളിക്കില്ല. അവരിവിടെ വരുമ്പോൾ അവർ ചാരപ്രവർത്തകയാണെന്ന് ആർക്കും അറിയില്ലല്ലോ. ഇവർ വന്നപ്പോൾ അവർ ചാരപ്രവർത്തക അല്ലായിരുന്നു, വ്ളോഗറാണ് എന്നുള്ള നിലയിലാണ് ഒരുപാട് വ്ളോഗർമാരെ വിളിച്ചത്. ഞങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമാണ്. പക്ഷെ CPM ആയിരുന്നെങ്കിൽ ഈ ടൂറിസം മന്ത്രി രാജിവെക്കണമെന്നും പറഞ്ഞ് സമരം ചെയ്തത്. ഞാൻ ടൂറിസം മന്ത്രിയെയും ടൂറിസം വകുപ്പിനെയും കുറ്റപ്പെടുത്തില്ല. അതിന് ടൂറിസം വി.ഡി. സതീശൻ ഇന്നലെ പറഞ്ഞ പ്രതികരണമാണ്. പക്ഷേ ആ നിലപാടിനെയാണ് കെ. സുധാകരൻ തള്ളുന്നത്. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, ഈ വിഷയത്തിൽ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം തന്നെ നമ്മൾ കേട്ടാണ്. അദ്ദേഹം തന്നെ അത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ അതറിഞ്ഞ് വിളിക്കില്ലല്ലോ, ഇത് തെറ്റായ ആരോപണം മാത്രമെന്നാണ്. അത് സ്വാഭാവികമാണ്. ഇതിപ്പോൾ ഒരു ഏജൻസിനെ ഏൽപ്പിക്കുന്നു, ആ ഏജൻസി കുറച്ച് ആളുകളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നതാണ്. ഇവർ ആ സമയത്തൊക്കെ സെൻട്രൽ ഏജൻസിയുടെയൊക്കെ നിരീക്ഷണത്തിലാണെങ്കിൽ പോലും അത് ഔദ്യോഗികമായിട്ട് നമ്മുടെ സംവിധാനങ്ങളെയൊന്നും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കത് ഒരു അറിഞ്ഞുകൊണ്ട് വരുത്തിയ ഒരു തെറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പിഴവ് സംഭവിച്ചതാകാനേ തരമുള്ളൂ. പക്ഷേ കോൺഗ്രസിൽ ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. അതിന് മറിച്ചാണ് കെ. സുധാകരന്റെ പക്ഷം, അല്ലേ? തീർച്ചയായിട്ടും ദിവേഷ്, അതായത് KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കെ. സുധാകരനും വി.ഡി. സതീശനും പല നിലപാടുകളാണ് പല വിഷയങ്ങളിൽ സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയ ശേഷം സുധാകരന്റെ നിലപാടിൽ മാറ്റമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാന് ചാരപ്രവൃത്തി നടത്തിയതിന്റെ പേരിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര അവർ കേരളത്തിലെത്തിയത് കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് എന്നാണ് ഈ പ്രസ്താവനയിൽ കെ. സുധാകരൻ വ്യക്തമാക്കുന്നത്. അതായത് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടത്. കാരണം ടൂറിസം വകുപ്പാണ് ഈ വിഷയത്തിൽ അവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. അതുകൊണ്ട് ഗൗരവമായ ഒരു വിഷയമാണിത്. ആ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം മന്ത്രി നൽകണം. എത്ര രൂപ ജ്യോതി മൽഹോത്രയ്ക്ക് നൽകി, അത് സംബന്ധിച്ച് മന്ത്രിയുടെ ചില പ്രതികരണങ്ങൾ അത് ഉചിതമല്ല, വളരെ ലഘൂകരിച്ചാണ് ഈ വിഷയത്തെ മന്ത്രി കാണുന്നത്. അത് ഗൗരവപ്പെട്ട ഒരു വിഷയം എന്ന നിലയ്ക്ക് കൃത്യമായ വിശദീകരണം മന്ത്രി നൽകണം എന്നതാണ് കെ. സുധാകരൻ പറയുന്നത്. ഏതായാലും ഈ വിഷയം കോൺഗ്രസിനുള്ളിൽ ഒരു പുകയുന്നൊരു വിഷയമായി മാറുന്നു എന്നതാണ്. നേരത്തെ നമ്മൾ ആ പ്രതികരണം കേട്ടതാണ്. വി.ഡി. സതീശൻ വളരെ ഉത്തരവാദിത്തപ്പെട്ട ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി മാറുമെന്നും ഈ വിഷയത്തിൽ ഒരു വിവാദത്തിനില്ല, അല്ലെങ്കിൽ മന്ത്രിയെ കുറ്റപ്പെടുത്താനില്ല എന്ന് പറയുമ്പോഴും പക്ഷേ മറിച്ചുള്ള നിലപാടാണ് കെ. സുധാകരൻ ഇപ്പോൾ സ്വീകരിക്കുന്നത്.